പൊന്നാനി നഗരസഭ CDS 1 കീഴിൽ ഫെസ്റ്റിവൽ സമ്മർ ക്യാമ്പ് നടത്തി. വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ബാലസഭകളിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഫെസ്റ്റിവൽ സമ്മർ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷനായ ചടങ്ങിൽ CDS ചെയർപേഴ്സൺ M ധന്യ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന ആശംസകൾ അറിയിച്ചു. CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അശ്വിനി, നവിത, വിമൽ എന്നിവർ പങ്കെടുത്തു. RPമാരായ മഹിത, സജന എന്നിവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. CDS വൈസ് ചെയർപേഴ്സൺ പ്രീജ ചടങ്ങിന് നന്ദി പറഞ്ഞു. 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിന് പാരിസ്ഥിതിക ബോധം കുട്ടികളിൽ ഉണ്ടാക്കുകയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്ന ഏറ്റവും കാലിക പ്രസക്തമായ ലക്ഷ്യമാണുള്ളത്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഭാവി തലമുറയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഓരോ കുട്ടികളും. അതെങ്ങനെ നമ്മൾ സംരക്ഷിക്കുക? നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ അല്ലേ? അപ്പോൾ പഠിക്കുക മാത്രം ചെയ്താൽ മതി. പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. പഠിപ്പിലെന്താവണം, നമ്മൾ ഒന്നാമതെത്തണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് വേണം? ദേശീയ ബോധമുള്ള കുട്ടികളായിരിക്കണം, സാമൂഹ്യ ബോധമുള്ള കുട്ടികളായിരിക്കണം, ഇല്ലേ? ജനാധിപത്യ ബോധമുള്ള കുട്ടികളായിരിക്കണം അല്ലേ? ഇതൊക്കെ ചേർന്ന് ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്താവുക? എല്ലാം തികഞ്ഞൊരു എല്ലാത്തിലേക്കും നമുക്കൊരു എത്തിയാൽ മാത്രമേ നമ്മളുടെ പ്രദേശത്തിൻ്റെ ഓരോ വളർച്ചയിലും അതിന് വരുന്ന എന്തെങ്കിലും അപാകതയിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനും നമുക്ക് പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും രൂക്ഷമായൊരു പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലേ? ഓസോൺ പാളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പാളിക്ക് അതിന് വലിയ ഹോൾ ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ ഭൂമിനെ മൊത്തം വിഴുങ്ങുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ നേരിടാം, അതിനുള്ള സൊല്യൂഷൻ എന്താണ്, ആ രീതിയിലുള്ള ഒരു ക്യാമ്പാണ് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ കുട്ടികളെ നമ്മുടെ പരിസ്ഥിതിയായിട്ട് ഇണക്കി ചേർക്കുക, നിങ്ങൾ പരിസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക, എങ്ങനെ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇനി നമ്മൾ വലിയ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അല്ലേ? വലിയ ആളുകൾ എന്താ പറയുക, എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ ആ ഒരു മനോഭാവത്തിലാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളിലാണ് ഞങ്ങളെ പ്രതീക്ഷ. നിങ്ങൾ വേണം വലിയ ആളുകളെയും കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. നമ്മുടെ ഭൂമിയില് ആഹാരത്തിന്റെ ഉറവിടം നശിക്കില്ലേ? പച്ചപ്പ് വേണ്ടേ? നമ്മൾ കുട്ടികളല്ലേ? ഹരിതകണം വേണ്ടേ? സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ എന്ത് വേണം? ഹരിതകം വേണം. അപ്പൊ പച്ച നിറം അതിനാണ് സഹായിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം തരുന്നു? ആഹാരം തരുന്നു? പച്ച അല്ലേ? പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.